ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു മാലയും കമ്മലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ക്ലേ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സെൻറ്റർ തൊട്ട് നമുക്ക് ചെറിയ ചെറിയ ലൈൻ ഇതുപോലെ ഈക്വലായിട്ടുള്ള ചെറിയ ചെറിയ ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഞാൻ പെന്നിൻ്റെ റീഫിൽ വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഈ പെന്നിൻ്റെ റീഫിൽ വെച്ചിട്ട് ചെറിയ ചെറിയ ഡോട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നതിന് ഈക്വലായിട്ട് വരാനായിട്ട് ശ്രദ്ധിക്കുക, ഒരേ അളവിൽ വരാൻ നോക്കുക. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റും അതുപോലെ തന്നെ അതിൻ്റെ ഓരോന്നിലും സെൻറ്ററായിട്ട് വരുന്നത് പോലെ ഡോട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊന്നും കൂടി നന്നായിട്ടൊന്ന് സ്മൂത്തൻ ചെയ്യാം. എന്നിട്ട് നമുക്കിതിനകത്ത് പിന്ന് അറ്റാച്ച് ചെയ്യാം. ഞാനിതിനകത്ത് 2 പിന്നാണ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ അറ്റാച്ച് ചെയ്യുമ്പോൾ ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും ഇങ്ങനെ കുത്തി വരാണ്ട് ശ്രദ്ധിക്കണം. പിന്നെ നമുക്കിതിനകത്ത് ബീഡ്സും ഇയറിങ്സും സെയിം പോലെ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ മാക്സിമം കുറച്ചൊരു വലിയ വലിപ്പത്തിൽ ക്ലേ എടുക്കുന്നുണ്ട്. അപ്പോൾ ക്ലേ ഇതുപോലെ എടുത്തിട്ട് നമ്മുടെ കൈയിൻ്റെ ഉള്ളം കൈയിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് റബ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സിലിണ്ടർ ഷേപ്പ് വരും. അപ്പോൾ അതുപോലത്തെ ഒരു ഷേപ്പാണ് എടുക്കുന്നത്, ഒരു സിലിണ്ടർ ഷേപ്പിലാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് ഡിസൈൻ ചെയ്യാം. അപ്പോൾ അതിൻ്റെ 2 സൈഡിലും എഡ്ജസിൽ ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ കട്ട് ഇട്ട് കൊടുക്കണേന്, റൗണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സെൻറ്ററിൽ അതുപോലെ തന്നെ റൗണ്ട് ചെയ്ത് കൊടുക്കണേന്. ഞാനിത് പെന്നിൻ്റെ റീഫിൽ വെച്ചിട്ട് തന്നെയാണ് ഇതിൻ്റെ സൈഡ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ പെൻഡൻറ്റിൽ ചെയ്തതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ പെന്ന് യൂസ് ചെയ്തിട്ട് ചെറിയ ചെറിയ ഡോട്ട് ഡോട്ട് പോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കണം. പെന്നിൻ്റെ റീഫിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരു ഫ്ലവർ മോഡൽ ഒരു ഡിസൈൻ വരും. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി പെൻ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ഡോട്ട് ഡിസൈൻ ഒരു എല്ലാ സൈഡിലും ഒരു 2 ഡോട്ട് വെച്ചിട്ട് എല്ലാ സൈഡിലും വരുന്നത് പോലെ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇയറിങ്സിനാണ് എടുക്കുന്നത്. അപ്പോൾ ഇയറിങ്സിന് ഞാൻ ഗുങ്കുറു ബീഡ്സ് നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഗുങ്കുറു ബീഡ്സ് നമുക്ക് പിന്ന് യൂസ് ചെയ്തിട്ട് നമുക്കിതിലേക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ ഹാങ് ചെയ്യുന്നതിനുള്ള ഒരു പിന്നും അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഇയറിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഫയർ ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കളർ ചെയ്യാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് ഫയർ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഞാൻ ബ്ലാക്ക് കോട്ട് കൊടുത്തു. പിന്നെ ചെറിയ ബീഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെറിയ ബീഡ്സിൽ ഞാൻ പിങ്ക് കളർ ഡയറക്റ്റ് അപ്ലൈ ചെയ്യണേന്, ഫസ്റ്റ് കോട്ട് തന്നെ പിങ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണേന്. ഇയറിങ്സിൻ്റെ ഹാങ്ങിങ് ബീഡ്സിലും അതുപോലെ തന്നെ പിങ്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പിങ്ക് കളർ ബീഡ്സ് നമുക്ക് ഓരോ ബീഡ്സിൻ്റെ വലിയ ബീഡ്സിൻ്റെ നടുക്കായിട്ട് ഓരോ പിങ്ക് കളർ ബീഡ്സാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള ബീഡ്സ് എല്ലാം ഇതുപോലെ പിങ്ക് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് വലിയ ബീഡ്സിനും പെൻഡൻറ്റിനും ഞാൻ സിൽവർ പൊടിയാണ്, പൗഡർ പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പൗഡർ പെയിൻറ്റ് യൂസ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. നമ്മളതൊന്ന് കയ്യിലൊന്ന് റബ്ബ് ചെയ്തിട്ടൊന്ന് നമ്മുടെ പെൻഡൻറ്റിലൊക്കെ ഒന്ന് വെറുതെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതിയാവും. നല്ല ഫിനിഷിങ് കിട്ടും. അപ്പം നല്ലപോലെ റബ്ബ് ചെയ്ത് കൊടുത്താൽ നല്ല ഗ്ലോ ആയിട്ടിരിക്കും, നല്ലൊരു ഷൈനിങ് ഉണ്ടാവും. അപ്പോൾ ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പെയിൻ്റാണിത്. അപ്പോൾ ഇതിൻ്റെ ഞാൻ സിൽവറും ഗോൾഡും യൂസ് ചെയ്യാറുണ്ട്. നല്ലൊരു ആൻറ്റിക് സിൽവർ ലുക്ക് കിട്ടും. അപ്പോൾ ഈ ഇയറിങ്സിൽ കളർ ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി ബാക്കി എല്ലാ ബീഡ്സിലും ഇതുപോലെ സിൽവർ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞ് നമുക്ക് വാർണിഷ് യൂസ് ചെയ്യണം.
ഈ സിൽവർ കളറിന് നമ്മൾ സാധാരണ വാർണിഷ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലാതെ അല്ലാതെ തന്നെ അതിന് നല്ലൊരു ഷൈനിങ് ഉണ്ടാവും. എന്നാലും നമ്മുടെ പെയിൻറ്റിൻ്റെ ലോങ് ലാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് വാർണിഷ് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ പെൻഡൻറ്റിൽ ഇതുപോലെ പിങ്ക് കളറ് യൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഒരു ഡബിൾ കോട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വാർണിഷ് യൂസ് ചെയ്യാം. വാർണിഷ് ഞാൻ ഡെക്കറിൻ്റെ വാർണിഷാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ലാസ്റ്റ് ഫൈനൽ ലുക്ക് ഇതുപോലെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.